നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കസ്റ്റമർ റെസിപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ കസ്റ്റമർ റെസിപ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റിസീവ് ദ പേയ്മെൻറ്റ് ഫ്രം രമേഷ് പ്രൈവറ്റ് ലിമിറ്റഡ് വയ സേവ്സ് ദ പേയ്മെൻറ്റ് വിച്ച് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് സെപ്റ്റംബർ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസിപ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ റെസിപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമർ ആൻഡ് സെയിൽസിൽ നിന്ന് റിസീവ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് റിസീവ് മണി ഫ്രം കസ്റ്റമർ അല്ലെങ്കിൽ ടാസ്ക് ബാർ എന്നിട്ട് റിസീപ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ റെസിപ്റ്റിന് ചെയ്യാൻ പറ്റും. ഇനി കസ്റ്റമർ റെസിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഒരു ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം, പിന്നെ കസ്റ്റമർ ഐ ഡി കൊടുക്കണം, ഒരു റെഫറൻസ് നമ്പർ കൊടുക്കണം, പിന്നെ ഒരു ചെക്ക് നമ്പർ, പിന്നെ നമ്മുടെ ഇൻവോയ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഫിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്റ്റമർ റെസിപ്റ്റ് ചെയ്യുന്ന ആ ഒരു എൻട്രിയാണ് നമ്മളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ടാസ്ക് ബാർ വന്നിട്ട് റിസീപ്റ്റ്സ്, റെഫറൻസ് നമ്പർ കൊടുക്കണം. നമ്മൾ ഇൻവോയ്സ് സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കസ്റ്റമർ റെസിപ്റ്റ് ചെയ്യുന്നത്.